സിനിമയിലുടനീളം തുടക്കം മുതൽ അവസാനം വരെ ഒരുപാട് തമാശ രംഗങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ആർട്ടിസ്റ്റുകളുടെ ഒരു പെർഫോമൻസ്, പിന്നെ അവിടെ കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാവും ഇവർ തമാശയാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന്. അങ്ങനെയുള്ള തമാശകളൊക്കെ കാണുമ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഒന്നെങ്കിൽ ഈ തമാശകളൊക്കെ ആസ്വദിക്കേണ്ട ഒരു പ്രായത്തിലേക്ക് ഞാൻ വളർന്നെത്തിയിട്ടില്ല, അതല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പ്രായം കൂടി പോയതായിരിക്കും. കാരണം വളരെ കുറച്ചിടങ്ങളിൽ കൂടിപ്പോയാലൊരു 2-3 ഇടങ്ങളിലാണ് എനിക്കൊരു ചിരി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്നത്. ബാക്കി സമയത്ത് എനിക്കതിനൊരു തമാശയായിട്ടോ പോട്ടെ, ഏക്കാതെ പോയൊരു തമാശയായിട്ട് പോലും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അതിന് എനിക്ക് എൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. നമുക്കതിലേക്ക് വരാം. കഥ പറയുമ്പോൾ മാണിക്കക്കല്ല്, അരവിന്ദൻ്റെ അതിഥികൾ തുടങ്ങിയ ഹിറ്റ് സിനിമകൾ ഒരുക്കിയ എം മോഹനൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമ തിര, എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് സിനിമകളിലൊന്നാണ്. തിരയും ഗോതയും ഒക്കെ തിരക്കഥ ഒരുക്കിയ രാകേഷ് മാന്തുടി തിരക്കഥ ഒരുക്കുന്ന സിനിമ. ഇത്രയൊക്കെ മതിയല്ലോ ഒരു സിനിമയെക്കുറിച്ച് നമുക്കൊരു പ്രതീക്ഷ വരാൻ വേണ്ടി. പിന്നെ വിനീത് ശ്രീനിവാസൻ്റെ പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഒരു തമാശ ചിത്രമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിൻ്റെ ട്രെയിലറും അവർ റിലീസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കഥ വളരെ സിമ്പിളാണ്. വടക്കൻ കേരളത്തിൽ വളരെയധികം അറിയപ്പെടുന്ന ഒരു തറവാട്, എന്ന് വെച്ചാൽ തറവാടിൻ്റെ പേര് ചേർത്ത് മാത്രം സ്വന്തം പേര് പറയുന്ന, അതിൻ്റെ അഹങ്കാരവും അഹന്തയൊക്കെ ഉള്ളിക്കൊണ്ട് നടക്കുന്ന അങ്ങനത്തെ ഒരു യുവാവ് യൗവനത്തിനും അപ്പുറത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പുള്ളിക്ക് കല്യാണം ഒന്നും സെറ്റായിട്ടില്ല. കാരണം ഒരുപാട് കണ്ടീഷൻസ് പുള്ളിക്കുണ്ട്. മിക്കവാറും ഇത്തരം സിനിമകളിലൊക്കെ കാണുന്നത് പോലെ കുറേ കാലം കഴിയുമ്പോൾ ഈ കണ്ടീഷൻസ് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പുള്ളി തിരിച്ചറിയുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളും പുള്ളിയുടെ ജീവിതത്തിലുള്ള ഒരുപാട്, അതായത് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരുപാട് പെൺകുട്ടികളെയും അത്തരം കഥാപാത്രങ്ങളെയും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയാണിത്. വിനീത് ശ്രീനിവാസനും നിഖില വിമലും പിന്നെ ഒരുപാട് ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ, സോഷ്യൽ മീഡിയയിൽ വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകളാണ് ഒക്കെയും. അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. പക്ഷെ ഒരു നായിക എന്ന് പറയാൻ ആരാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പോസ്റ്ററിലുള്ളത് നിഖില വിമലാണെങ്കിലും നിഖില വിമലിനാണ് ഈ സ്ത്രീ കഥാപാത്രങ്ങളിൽ വളരെ കുറച്ച് സ്ക്രീൻ സ്പേസ് ഉള്ളത്. സിനിമയിലേക്ക് വരുമ്പോൾ പുരോഗമനപരമായ പല കാര്യങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നുണ്ടെങ്കിലും തമാശകളൊക്കെ അവർ ബിൽഡ് ചെയ്ത് വെക്കുന്നത് നമ്മുടെ ചിതലരിച്ച് കിടക്കുന്ന കുറേ ചിന്തകളിലാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകളെ ആ പേരിൽ കളിയാക്കി സിനിമയുടെ ഒരു പോർഷനിൽ കുണ്ടൻ എന്നൊരു വിളി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിലാണ് തമാശകളൊക്കെ തന്നെയും ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിനീത് ശ്രീനിവാസൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, കാരണം പുള്ളി ഒരുപാട് മേലനങ്ങി അഭിനയിച്ചിട്ടുള്ളൊരു സിനിമയാണ്. അതിൻ്റെ ഒരു ചാർജ് അവിടെ നിൽക്കുമ്പോഴും ഇത്തരം വാക്കുകൾ ഉപയോഗിച്ച് അതിനെ ഒരു തമാശയായി മാറ്റി, ഹോമോസെക്ഷൽ ആയിരിക്കുന്നത് എന്തോ ഒരു വലിയ അപരാധം പോലെയൊക്കെ ചിത്രീകരിച്ച് സിനിമയുടെ ഒരു പോർഷനിൽ എത്തുമ്പോൾ ഒരു കഥാപാത്രം ചോദിക്കുന്നുണ്ട്, ഇനി ആണെങ്കിൽ തന്നെ എന്താ കുഴപ്പമെന്ന്. പക്ഷേ അങ്ങനെ ഒരു ചോദ്യം അവിടെ വെക്കുമ്പോഴും സിനിമയുടെ ചിരി മുഴുവൻ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഹോമോഫോബിക് ആയിട്ടുള്ള കാര്യങ്ങളിലാണ്. അതുപോലെ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരു പെൺകുട്ടി അവൾ ആക്ച്വലി കൺഫ്യൂസ്ഡ് ആയതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് എന്ന രീതിയിലും സിനിമ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം, പക്ഷേ നമ്മുടെ സമൂഹം ഒരു മാറ്റത്തിൻ്റെ എന്താ പറയുക, കയ്യാലപ്പുറത്തെന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൽ പഴയ ചിന്തകളൊക്കെ തന്നെ കൊണ്ടുവന്ന് നിറച്ച് എനിക്ക് ആ തമാശകളൊന്നും അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തില്ല. മാത്രമല്ല നിറം, ഉയരം, ശരീരത്തിൻ്റെ ഷേപ്പ്, കൊടവയറ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തമാശയായി സിനിമയിൽ ഉടനീളം അവതരിപ്പിച്ചിട്ട് ഇതിലൊന്നും കാര്യമില്ല കേട്ടോ എന്ന് ചില കഥാപാത്രങ്ങളെ കൊണ്ട് അവതരിപ്പിക്കുമ്പോഴും തമാശ മുഴുവൻ ബിൽഡാവുന്നത് അവിടെയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഏഷ്യാനെറ്റിലോ മറ്റോ ഒരു കോമഡി പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ, ഒരുപാട് റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ കൗണ്ടർ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പുച്ഛിച്ച് ഒക്കെ പോയിട്ട് ഏറ്റവും ലാസ്റ്റ് അവരൊരു മെസ്സേജ് പറയും. ആ മെസ്സേജിൽ നമ്മൾ അവർക്ക് ഫുൾ മാർക്ക് കൊടുക്കണം എന്ന് പറയുന്ന ഒരു രീതിയിലാണ് സിനിമ മൊത്തത്തിൽ എനിക്ക് അനുഭവപ്പെട്ടത്. ഇത് ഞാൻ പറയുമ്പോൾ തിയേറ്ററിൽ ആരും ചിരിക്കാതിരുന്നു എന്നൊന്നും അല്ല കേട്ടോ. ഇത്തരം തമാശകളൊക്കെ കേൾക്കുമ്പോൾ പൊട്ടിച്ചിരിക്കുന്ന ഒരു കൂട്ടം തിയേറ്ററിലുണ്ടായിരുന്നു, അവരൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അങ്ങനെ ചിരി വരാറില്ല. മാത്രമല്ല ഇത്തരം സിനിമകളുണ്ടല്ലോ, അതായത് പെണ്ണ് കെട്ടാൻ വേണ്ടി നടക്കുന്ന ഒരു പുരുഷൻ, അയാൾ കുറേ സ്ത്രീകളെയൊക്കെ പെണ്ണ് കണ്ട് നോക്കുന്നു അല്ലെങ്കിൽ ഇടപെട്ട് നോക്കുന്നു, ഒന്നും ശരിയാവുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഒരിക്കൽ ഒരു പെൺകുട്ടി വരുമെന്ന് പറഞ്ഞ് ഇയാൾ കാത്തിരിക്കുകയും എന്നിട്ട് ഇയാളുടെ ഇതിന് മുമ്പ് ഇയാൾ പരിചയപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടിയിൽ തന്നെ ഇയാൾ സെറ്റിൽ ആവുകയും ചെയ്യുക എന്നുള്ള രീതിയിലാണ് മിക്കവാറും സിനിമകളിലൊക്കെ കാണുക. അതിൽ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഈ സിനിമകളിലൊക്കെയുള്ള പെൺകുട്ടികൾ എക്സ്പ്ലോർ ചെയ്യുന്ന ആളുകളാണ്. അവർ പുതിയ ഒരുപാട് ആളുകളെ കാണുകയും പരിചയപ്പെടുകയും ജീവിതത്തിൽ പുതിയ പാഠങ്ങൾ പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുരുഷന്മാരൊന്നും എക്സ്പ്ലോർ ചെയ്യുന്നില്ല. കാരണം അവരുടെ ചുറ്റുമുള്ള 4-3-7 പെൺപിള്ളേരുണ്ടാവും. ഇപ്പോൾ ഈ സിനിമയിലെ കഥാപാത്രത്തിനെ എടുത്ത് നോക്കിയാലും വിനീത് ശ്രീനിവാസൻ്റെ ചുറ്റും ഒരു 4-3-7 പെൺപിള്ളേരുണ്ട്. ഈ പെൺപിള്ളേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിൽ കളിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും സിനിമയിൽ സംഭവിക്കുന്നില്ല. ഈ ആശയപരമായി സിനിമ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുമ്പോഴും കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും ഒക്കെ പഴയ പടങ്ങൾ തന്നെയാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളും ആ ഒരു പ്രദേശത്തിൻ്റെ ഭാഷയോടൊക്കെ ചേർന്ന് നിന്ന് ആ ഒരു രീതിയിൽ നല്ല ജിൽ ഫീൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ചിലയിടങ്ങളിൽ, പ്രത്യേകിച്ച് സിനിമയുടെ തുടക്കത്തിലൊക്കെ ക്യാരക്ടറിൻ്റെ സ്വഭാവം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്കുകളൊക്കെ അതൊക്കെ ഇങ്ങനെ പുഷ് ചെയ്ത്, അതായത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള തമാശകളൊക്കെ പറയുകയാണ്. അപ്പോൾ അത് പറയുന്ന ഈ ക്യാരക്ടർ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്ന്, അങ്ങനെയാണ് കേട്ടോ എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത്. പ്രകടനങ്ങളിലേക്ക് വരുമ്പോൾ
വിനീത് ശ്രീനിവാസൻ്റെ ആ ഒരു ക്യാരക്ടറൈസേഷൻ, പെർഫോമൻസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു. വിനീത് ശ്രീനിവാസൻ്റെ മാത്രമല്ല, വിനീത് ശ്രീനിവാസൻ വളരെ എനർജറ്റിക് ആയി സിനിമയിലുണ്ടായിരുന്നു. അതുകൂടാതെ കുറേ ആൾക്കാരുള്ളതുകൊണ്ടാണ് പേര് നോക്കേണ്ടി വരുന്നത്. മൃദുൽ നായർ അയാൾക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടറിനെ വളരെ ഗംഭീരമായിട്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട്. വിനീത് ശ്രീനിവാസൻ കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു പ്രകടനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിന് നമ്മൾ ഈ വടക്കൻ കേരളം ഫോക്കസ് ചെയ്ത് വരുന്ന മിക്ക സിനിമകളിലും ഇപ്പോൾ കാണാറുണ്ട്. പുള്ളി ഒരു അടിപൊളി പെർഫോമറാണ്. പ്രത്യേകിച്ച് ഹ്യൂമർ കൈകാര്യം ചെയ്യുമ്പോൾ ഈ വിനീത് ശ്രീനിവാസനും ഇദ്ദേഹം തമ്മിലുള്ള കോമ്പിനേഷൻ സീക്വൻസുകളൊക്കെ വളരെ രസമായിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടം തോന്നുന്ന കുറച്ച് സ്ത്രീ കഥാപാത്രങ്ങൾ സിനിമയിലുണ്ട്. അതിൽ പ്രകടനം കൊണ്ട് ഭയങ്കര റിലേറ്റബിളായി ഫീൽ ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടർ ചിപ്പി ദേവസി ചെയ്തിട്ടുള്ള ക്യാരക്ടറാണ്. ബാക്കിയുള്ളൊരു മോശമാക്കിയെന്നല്ല, ഒരു ഫോണിൻ്റെ അപ്പുറത്ത് മാത്രം ഇരിക്കുന്ന സയനോരയുടെ ക്യാരക്ടർ വരെ അവർ നന്നായി ഡെലിവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് പ്രശ്നങ്ങളായിട്ട് ഫീൽ ചെയ്തത് ഇവർ തമാശ ബിൽഡ് ചെയ്യുന്ന സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. നമ്മുടെ ഉള്ളിൽ പല കാര്യങ്ങളോടും കിടക്കുന്ന ഒരു സ്റ്റിഗ്മ ഉണ്ടല്ലോ, അതിനെ തന്നെ വീണ്ടും വീണ്ടും തമാശയായി കാണിച്ച് പഴയ ചാണകത്തിൽ ചവിട്ടി വീഴൽ കോമഡി സാധനങ്ങളും ഒക്കെ മിക്സ് ചെയ്തിട്ട് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു എഴച്ചിൽ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് എനിക്കൊരു ആവറേജ് വൺ ടൈം വാച്ചബിൾ, ഞാൻ കണ്ടു തീർത്തു എന്ന് പറയുന്ന ഒരു ഫീലാണ് തന്നത്. സിനിമയിലൊരു രസമുള്ളൊരു ചോദ്യമുണ്ട്, അത് ട്രെയിലറിലും ആ ചോദ്യം നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും. വിനീത് ശ്രീനിവാസൻ്റെ ക്യാരക്ടറിൻ്റെ അടുത്ത് ഒരു സ്ത്രീ കഥാപാത്രം ചോദിക്കുകയാണ്, അത് ഒന്നാം തരം സ്ത്രീവിരുദ്ധത അല്ലേ ഉള്ളൂ. ഈ സ്ത്രീവിരുദ്ധതയ്ക്ക് ഒന്നാം തരം രണ്ടാം തരം എന്നൊക്കെയുണ്ടോ? സ്ത്രീവിരുദ്ധതയല്ലേ, പുരുഷവിരുദ്ധതയല്ലേ. അതിന് ഒന്നാം തരമുണ്ട്, രണ്ടാം തരമുണ്ട്, മൂന്നാം തരമുണ്ട് എന്ന് പറയുന്ന പോലത്തെ ഒരു തരംതിരിക്കൽ സംഭവിക്കുന്നില്ലല്ലോ. ഒരു ജെൻഡറിനെയും ഒരു സെക്ഷുവാലിറ്റി ഐഡൻറ്റിഫൈ ചെയ്ത ആളെയും അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളെയും നമ്മളിങ്ങനെ തരം തിരിക്കേണ്ട കാര്യമില്ല എന്നുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞത് മുഴുവൻ എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. തിയേറ്ററിൽ ഈ പറഞ്ഞ തമാശകളൊക്കെ കേട്ട് കുടുകൂടെ ചിരിച്ച കുറേ ഓഡിയൻസ് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ സിനിമ ഒരു തമാശ ചിത്രമായി ഗംഭീരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയേക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറിച്ചാണ് അഭിപ്രായമെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.